ശബരിമലയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി തന്നെയാണെന്ന് സ്പോൺസർമാരിൽ ഒരാളായി അനന്ത സുബ്രഹ്മണ്യം പറയുന്നുണ്ട്. അയ്യപ്പനെ സേവിക്കാൻ കിട്ടിയ അവസരമായാണ് താൻ ഇതിനെ കണ്ടതെന്നും അനന്ത സുബ്രഹ്മണ്യൻ പറയുകയുണ്ടായി. അപ്പോൾ അഭിജിത്ത്, ചെമ്പോ സ്വർണമോ, ഈ ചോദ്യം അന്തരീക്ഷത്തിലുണ്ടല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ. ഇതിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ സംശയിക്കാൻ കാരണമാവുകയാണല്ലോ അല്ലേ? പ്രത്യേകിച്ച് ഈ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ പ്രതികരണം കൂടി. അത് അഭിജിത്തിനോട് അദ്ദേഹം സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് പറയുന്നത് അദ്ദേഹം? റോഷ്നി, അനന്ത സുബ്രഹ്മണ്യം ഈ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങിയ സ്പോൺസർമാരിൽ ഒരാളാണ്. അദ്ദേഹം പറയുന്നത് തങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചത് ചെമ്പുപാളിയാണ്, അത് സ്വർണം പൂശുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് തങ്ങൾക്കുണ്ടായിരുന്നത്, അത് അയ്യപ്പനെ സേവിക്കുക എന്നുള്ള വലിയ ഒരു കാര്യമായാണ് തങ്ങൾ അതിനെ കാണുകയും ചെയ്തത്. അങ്ങനെയാണ് തങ്ങൾ ഈ സ്വർണ്ണപ്പാളി സ്വീകരിക്കുന്നത്, അത് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഇത് ചെമ്പുപാളിയാണ് തങ്ങൾക്ക് നൽകിയത്, അതിൽ സ്വർണം പൂശുകയായിരുന്നു തങ്ങളുടെ ഉത്തരവാദിത്തം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഈ ഒരു സ്പോൺസറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ തന്നിൽ നിന്ന് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ വിളിപ്പിക്കാമെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിയാകുന്ന ഒരു ചോദ്യം റോഷ്നി, 1998 ഈ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പങ്ങൾ അടക്കമുള്ളവ സ്വർണം പൂശുക എന്ന കാര്യമാണ് വിജയ് മല്യ ചെയ്തത്. പക്ഷേ പിന്നീട് 2019 ആവുമ്പോഴേക്കും ചെമ്പുപാളിയായി ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എങ്ങനെയാണ് മാറിയത്, ഇത് സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത്. ദേവസ്വത്തിന്റെ രേഖകളിൽ ചെമ്പുപാളി തന്നെയാണ് ഈ അനന്ത സുബ്രഹ്മണ്യത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊക്കെ കൈമാറിയത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ വിജയ് മല്യ 1998 പൂശിയ സ്വർണം എവിടെ പോയി, അതെങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ബാക്കിയാകുന്നത്. ഈ ഒരു സമയത്ത് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി തന്നെയാണ് എന്ന് ഈ അനന്ത സുബ്രഹ്മണ്യം ഉറപ്പിക്കുമ്പോൾ ബാക്കിയാകുന്ന ചോദ്യം അതാണ് റോഷ്നി.